ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം സമയമായി. ഞാനിന്ന് പറയാൻ വന്നത് ഈ ടിപ്സുകൾ കേട്ട ശേഷം, ടിപ്സല്ല പറയാൻ വന്നത്, ഈ വീഡിയോ നിങ്ങൾ കേട്ടതിന് ശേഷം ഡൈയുടെ ഉപയോഗം എങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഏതൊക്കെ ഡൈയാണ്, അതിലെന്തൊക്കെ കെമിക്കലാണ് അടങ്ങിയിട്ടുള്ളതെന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിന്ന് പറയാൻ വന്നത്. നിങ്ങൾ കേട്ടതിന് ശേഷം അത് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. ഞാനിന്ന് പറയാൻ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ പലതരത്തിൽ വിപണിയിൽ ഡൈ ഉപയോഗിക്കാറുണ്ട്. അതേസമയം നമ്മൾ കൂടുതൽ സമയം ഡൈ മുടിയിൽ വെച്ചിരുന്നത് കൊണ്ട് എന്താണ്, കൂടുതൽ കറുക്കുമെന്ന ധാരണയൊക്കെ തെറ്റാണ്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് സമയം ഇപ്പം ഡൈ ഇട്ട് പോകും, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ, അപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ ഡൈ തലയിൽ പുരട്ടാമെന്ന് വിചാരിക്കും. പക്ഷേ അതൊന്നും മിഥ്യാധാരണയാണ്. ഒരിക്കലും അങ്ങനെ ഇട്ട് വെച്ചിരുന്നിട്ട് കാര്യമില്ല. നമുക്കൊരു സമയം പറഞ്ഞിട്ടുണ്ട്, അത്ര മാത്രമേ ഡൈ നമ്മുടെ തലയിൽ ഇട്ടേക്കാവൂ. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു ഹെർബൽ ഡൈ ആണ് യൂസ് ചെയ്യണമെങ്കിൽ മുടിക്ക് കറുപ്പ് നിറം അത് കിട്ടുക എപ്പോഴും എന്ത് ചെയ്യും, കറുപ്പ് നിറം നൽകില്ല. മുടി എപ്പോഴും എന്ത് ചെയ്യും, വളർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിൽ അൾട്രാവയലറ്റ് പിന്നെ രശ്മികൾ മുടിയിൽ ഏൽക്കുന്നതുകൊണ്ട് കറുപ്പ് നിറം എന്ത് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യും, നഷ്ടമാകും. നമ്മൾ ഡൈ ഇപ്പം നമ്മൾ ഏത് ഡൈ യൂസ് ചെയ്താലും ഈ അൾട്രാവയലറ്റിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ മുടിയുടെ ആ ഒരു ഡൈ ഇട്ടേക്കുന്നത് നഷ്ടപ്പെട്ടു പോകും. അപ്പം നമുക്ക് എന്താണ് ചെയ്യുന്നത്, ഡൈ ഉപയോഗിക്കുമ്പോൾ കൃത്യമായ ഇടവേളകളിൽ വേണം നമ്മളിത് യൂസ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ മുടി ചെമ്പിച്ചും നിറം മങ്ങിയും കാണപ്പെടും. ഈ ഡൈ നമ്മളിപ്പോൾ ഈ ചെമ്പിച്ച് കാണുന്ന നമ്മൾ ഹെർബലായിട്ടുള്ള ഡൈ എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്ന മൈലാഞ്ചി ഇടുകയാണെങ്കിൽ നമുക്ക് ചെമ്പിച്ച് നിറം മങ്ങി ഒരുമാതിരി മങ്ങിയ കളറിൽ നമുക്ക് എന്ത് ചെയ്യും, ദിവസം ചെല്ലും തോറും ഡൈ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കളർ വരും. അപ്പോൾ ഇത് ഹെന്ന മാത്രമാണ് അപ്പോൾ ഇത് നമുക്ക് ചെയ്യുന്നതിൽ നല്ല റിസൾട്ടല്ല. അപ്പോൾ ഹെന്ന മാത്രമാണ് അടങ്ങിയിട്ടുള്ള ഡൈ എങ്കിൽ എന്നറിയാൻ വേണ്ടി നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അതായത് ഞാനിപ്പോൾ പറയാമെന്ന് എന്താണെന്ന് പറഞ്ഞാൽ, കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഹെന്ന ഉപയോഗിച്ചുള്ള ഡൈ മാത്രമാണോ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്, എല്ലാവരും ഹെന്ന അടങ്ങിയ ഡൈ ആണ് അല്ലെങ്കിൽ നീലയമരി ഉപയോഗിച്ചുള്ള ഡൈ ആണെന്ന് പറഞ്ഞ് വാങ്ങിച്ച് ബ്ലാക്ക് റോസൊക്കെ വാങ്ങിച്ച് തേക്കാറുണ്ട്. പക്ഷേ നമുക്കൊരു പരീക്ഷണം നടത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഡൈയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. ഡൈയിൽ ഉപയോഗിച്ചിരിക്കുന്ന പൊടിക്ക് കാപ്പിപ്പൊടിയുടെ കളറാണെങ്കിൽ, ആ നിറമാണെങ്കിൽ, ആ ഡൈയിൽ PPD എന്ന് പറയുന്നൊരു രാസവസ്തു, അതായത് ആ ഡൈ ഉപയോഗിക്കാനേ പാടില്ല. കാരണം രാസവസ്തു അടങ്ങിയിട്ടുള്ള ഡൈയാണ്. അത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ചർമ്മരോഗങ്ങൾ, അതുപോലെ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരെ എന്ന് പറഞ്ഞ് നമ്മൾ വിപണിയിൽ ഇറക്കുന്ന ഡൈ എല്ലാം കൊള്ളില്ല എന്നല്ല പറയുന്നത്. ഇങ്ങനെയുള്ള ഈ കാപ്പിപ്പൊടി കളറിൽ വരുന്ന ഡൈ ഒട്ടും തന്നെ നമുക്ക് യോജിച്ചതല്ല. അപ്പോൾ കൂട്ടുകാരത് പിന്നെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏത് ഹെയർ ഡൈ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മൾ കയ്യുറ ധരിക്കുക. അതുപോലെ തന്നെ ബ്രഷ് ഉപയോഗിച്ച് മാത്രമേ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവൂ. മുടിയിഴകൾ മാത്രം എടുത്തുകൊണ്ട് ചെയ്യാൻ, സ്കാൽപ്പിലാവാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഞാനിപ്പോൾ പറഞ്ഞതുപോലുള്ള കെമിക്കൽ ചേർന്ന ഡൈ, അതായത് നമ്മുടെ ഈ വൈക്കോലിൻ്റെ കളറ്, ആ ഒരു കളറും മണവും ഇരുണ്ട നിറവുമുള്ള ഹെന്ന, അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ വെള്ളം ചേർത്ത് നമ്മൾ കുറച്ച് മണിക്കൂർ ഇട്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, പൊടിയുടെ മുകൾ ഭാഗത്ത് ബ്രൗൺ നിറം വരും. ആ ഒരു പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ഡൈയിൽ ചിലപ്പോൾ ഹെന്നയുടെ കളറല്ല വരുന്നത്, ഡൈ ചേർക്കുമ്പോൾ നല്ല കറുത്ത കളർ, അത് കെമിക്കലാണല്ല. അതുപോലെ ഈ ഞാൻ പറഞ്ഞ കാപ്പിപ്പൊടിയുടെ കളർ വരണമെങ്കിൽ കെമിക്കലാണ്. കറുത്ത കളറിൽ ഡൈ ഒരുപാട് എല്ലാം കെമിക്കൽ തന്നെയാണെങ്കിലും കാപ്പിപ്പൊടിയുടെ നിറമുള്ള ഡൈ ആണെങ്കിൽ കൂടുതൽ സൂക്ഷിക്കുക. അത് ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക കൂട്ടുകാരെ. അപ്പോൾ ഇത്രയുമാണ് എനിക്കിന്ന് പറയാൻ വന്നത്. ഞാൻ നാളെ ഡൈ പുതുതായിട്ടുള്ള ഡൈയുടെ, നിങ്ങൾക്ക് അലർജിയൊന്നും ഇല്ലാത്ത ഡൈ വേണമെങ്കിൽ പറഞ്ഞു തരാം. പക്ഷേ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതും യൂസ് ചെയ്യുന്നതിലും രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. എങ്കിലും ഒരുപാട് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്ന ഡൈയാണ് നമ്മൾ യൂസ് ചെയ്യാൻ നല്ലത്. എപ്പോഴും നമ്മൾ നീലയമരിയുടെ തണ്ടും ഇലയൊക്കെ ഉപയോഗിച്ച്, നെല്ലിക്ക, അതുപോലെ തന്നെ കറിവേപ്പിലയൊക്കെ കരിച്ച്, അല്ലെങ്കിൽ ചിരട്ടക്കരിയും കൂടെ ചേർത്ത് കരിച്ചെടുക്കുന്ന ഡൈയാണ് നമുക്ക് ഉത്തമം. ചിലപ്പോൾ കുറച്ച് ദിവസം മാത്രമേ നിൽക്കുകയുള്ളൂ, എങ്കിലും നമ്മുടെ തലയ്ക്കകത്ത് വേറെ അസുഖങ്ങളൊന്നും വരില്ല. നമുക്ക് വളരെ ഉപകാരമാവും. അപ്പോൾ കൂട്ടുകാർ ഈ വീഡിയോ കണ്ട ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാം ലൈക്കും, കമൻറ്റ്, ഷെയറും, സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. എല്ലാവർക്കും ടാറ്റാ, ബൈ.